മൃദു കോൺഗ്രസ് സമീപനം സ്വീകരിച്ച യെച്ചൂരി ലൈനെ പൂർണ്ണമായും തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകൾ കോൺഗ്രസ് ഭിന്നിപ്പിച്ചുവെന്ന് മുഖ്യമന്ത്രി ദേശാഭിമാനി ലേഖനത്തിൽ വിമർശിച്ചു. മുസ്ലിം ലീഗിനെ ചൂണ്ടയിടുന്ന ചില വാചകങ്ങളും ലേഖനത്തിലുണ്ട്. മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാകുമോ എന്ന് ചോദിച്ച മുഖ്യമന്ത്രി മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികൾ ആലോചിക്കണമെന്നും ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു. സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ തൊട്ട് തലേദിവസം എഴുതിയ ലേഖനത്തിലാണ് മുഖ്യമന്ത്രി കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നത്. കോൺഗ്രസുമായി ഏത് തരത്തിലുള്ള സഹകരണം വേണമെന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് കേരള ഘടകത്തിന്റെ ലൈൻ ഇതാണെന്ന് നേതൃത്വത്തിന് മുന്നിൽ സൂചിപ്പിക്കുക കൂടിയാണ് മുഖ്യമന്ത്രി. സ്വാഭാവികമായും ഇതനുസരിച്ചുള്ള ചർച്ചകളായിരിക്കും സംസ്ഥാന സമ്മേളനത്തിലും നടക്കുക. രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിനെതിരെ കർഷകരോഷം ഉയർന്നു വന്നിരുന്നു. ഇത് BJPക്കെതിരെ പ്രതിഫലിച്ചു. എന്നിട്ടും അവിടങ്ങളിൽ BJP അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് നയമാണെന്നാണ് മുഖ്യമന്ത്രി വിമർശിക്കുന്നത്. ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകൾ കോൺഗ്രസ് ഭിന്നിപ്പിച്ചു. BJP എതിർക്കുന്ന മറ്റ് പ്രതിപക്ഷ പാർട്ടികളോട് കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം ധാർഷ്ട്യം നിറഞ്ഞതാണ്. 2015-ലും 2020-ലും ഡൽഹിയിൽ ഒരു സീറ്റ് പോലും കിട്ടാഞ്ഞിട്ടും ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കുക എന്നതായിരുന്നു കോൺഗ്രസിന്റെ ഇത്തവണത്തെ ലക്ഷ്യം. കോൺഗ്രസിന്റെ വാക്കൊരു വഴിക്കും പ്രവൃത്തി മറ്റൊരു വഴിക്കുമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ മറ്റൊരു വിമർശനം. യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കാനാകും എന്നുള്ള ചോദ്യം മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികൾ അത് ആലോചിക്കണമെന്ന് മുഖ്യമന്ത്രി ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു. ലീഗ് അടക്കം കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന എല്ലാവരും പുനരാലോചന നടത്തേണ്ടി വരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എല്ലാവരും പുനരാലോചന നടത്തട്ടെ. കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കുന്നവർക്കെല്ലാം പുനരാലോചന നടത്തേണ്ടി വരും. പുകഴ്ത്തലിൽ മുസ്ലിം ലീഗ് വീടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കുമല്ലോ, അപ്പോഴാണ് വർഗീയത ആരോപിച്ചത് ഈ ലീഗിന്റെ പേര്. കുറെ പുറകെ നടന്ന് കിട്ടാതായപ്പോൾ ചാടിയിട്ടും മുന്തിരിങ്ങ കിട്ടാതായപ്പോഴാണ് മുന്തിരിങ്ങയ്ക്ക് പുളിയാണെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ സംസ്ഥാന സമ്മേളനത്തിലെ പ്രതിനിധി ചർച്ചയിൽ കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വന്നേക്കും. മീഡിയ 1 തിരുവനന്തപുരം.